ഇന്ന് ISL 2 മാച്ച് ഉണ്ടായിരുന്നു. രണ്ടും വളരെ മികച്ച മാച്ചായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് നല്ല മാച്ചാകുമെന്ന് ബംഗളൂരു വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മാച്ചാണ്. പക്ഷേ ആ ഒരു മാച്ച് എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്രയും ഉയർന്നിട്ടില്ല, എങ്കിലും നല്ലൊരു മാച്ചായിരുന്നു. എന്നെ ഞെട്ടിച്ച മാച്ച് എന്ന് പറയുന്നത് ചെന്നൈയിൻ FC വേഴ്സസ് ഒഡീഷ FC മാച്ചായിരുന്നു. വേറെ ലെവൽ ഒരു മാച്ചാണ്. കാരണം ഭയങ്കര പേസി, ഇൻറ്റൻസിറ്റി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്ന് അറ്റാക്ക് ചെയ്യുന്നൊരു മാച്ചായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഹാഫ് ഒഡീഷ FC എന്താ പറയുക ഫുള്ളി കവേഡ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ഹാഫ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെന്നൈയിൻ FC ആണ്. സോ അങ്ങനെ രണ്ടാമത്തെ ഹാഫ് അവർ നല്ല രീതിയിൽ കവർ ചെയ്തുകൊണ്ട് ചെന്നൈയിൻ FCക്ക് വിജയിക്കാൻ സാധിച്ചു. പിന്നെ ഫാറൂഖ് ചൗധരിയുടെ പെർഫോമൻസ് അൺബിലീവബിൾ. ഒരു പ്ലെയറിന് ഇത്രത്തോളം മാറ്റം വരും എന്നെനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പിന്നെ ഫാറൂഖ് ചൗധരി സീസണിൻ്റെ ഫസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നതാണ്. സോ അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം. ഈ രണ്ടാമത്തെ മാച്ച് ഈസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ ബംഗളൂരു FC, ഇത് ഭയങ്കര ഒരു ഫിസിക്കൽ മാച്ചായിരുന്നു. ഫൗള് അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈസ്റ്റ് ബംഗാൾ കണ്ടിന്യൂസ് ആയിട്ട് ഫൗൾ ചെയ്ത് കളിക്കുന്നൊരു ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണെ അവർക്ക് കിട്ടിയത് 69 യെല്ലോ കാർഡ്സാണ്. അതായത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ യെല്ലോ കാർഡ് കിട്ടിയത് ഈസ്റ്റ് ബംഗാളിലാണ്. സോ ആ തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് ഈ ഒരു മാച്ചിനും കാഴ്ചവെച്ചുകൊണ്ട് എടുത്തു പറയേണ്ടതെന്ന് പറയാം. ഹിജാസി മഹർ ഭയങ്കര ബോറ് കളിയാണ്. അത് ഇതിൻ്റെ കളി എന്ന് പറയുന്നത് ഇത് തുടർച്ചയായിട്ട് ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്റ്റൽ ജോൺ എന്താണെന്ന് അറിയത്തില്ല, അദ്ദേഹം അതിന് കാർഡും കാണിക്കുന്നില്ല. സോ എന്തായാലും ഇജാസി മഹർ എനിക്കറിയില്ല അദ്ദേഹത്തിന് എന്താണ് കാർഡ് കാണിക്കാതെ, തുടർച്ചയായിട്ട് ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്നിട്ടൊരു കാർഡ് ഉറപ്പായിട്ടും കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഹിജാസിക്ക്. സോ അത് കൊടുത്തില്ല, നമുക്ക് കാണാൻ സാധിച്ചു. കുറേ വട്ടം വാർണിംഗ് മാത്രം കൊടുക്കുന്നു അദ്ദേഹത്തിന്. സോ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഹിജാസിക്ക് ആദ്യം തന്നെ ആ ഒരു യെല്ലോ കാർഡ് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ കളി നന്നായി പോയി. ഇത് ഭയങ്കര ഒരു ഫിസിക്കൽ ബാറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും. പിന്നെ അതെടുത്ത് പറയേണ്ട ആ ഒരു ഗോൾ മാത്രം, നമ്മുടെ വിനീത് വെങ്കടേഷിൻ്റെ ആ ഒരു സൂപ്പർ ഗോൾ. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, ആ ഒരു ആംഗിളിൽ ഗോൾ അടിക്കാൻ ഫോറിൻ പ്ലേയേഴ്സിന് പോലും പാടാണ്. സോ അവിടെ നിന്നാണത് അദ്ദേഹം ആ ഒരു ഗോൾ നേടുന്ന ഒരു ബംഗളൂരു FC പ്രോഡക്റ്റാണ്. ബംഗളൂരു FCക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്നൊരു സംഭവം എന്ന് തന്നെ പറയാം. അതായത് ഒരു കപ്പ് നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലബ്ബ് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് അവരുടെ അക്കാഡമിയിൽ നിന്ന് വരുന്ന താരങ്ങളെ ഓർത്താണ്. സോ ഉറപ്പായിട്ടും ബംഗളൂരു FCക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണിത്. സോ എന്തായാലും ഈസ്റ്റ് ബംഗാൾ ഇനിയെങ്കിലും കുറച്ച് നല്ല കളി കളിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇപ്പോൾ തന്നെ കാൾ സ്ക്വാഡ് തന്നെ എയറിലാക്കിയിട്ടുണ്ട് ഫാൻസെല്ലാം കൂടെ. എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് വന്ന പുള്ളിക്കൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മത്സരം എന്ന് പറയുന്നത് പഞ്ചാബ് FCയുമായിട്ട്. എന്തായാലും ഇതുവരെ സോൾഡ് ഔട്ട് ആയത് ഈസ്റ്റ് ഗാലറി മാത്രമായിരുന്നു. എന്തായാലും ഇപ്പോൾ 2 ഗാലറിയും കൂടെ സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. ഒന്ന് സൗത്ത് ഗാലറിയും വെസ്റ്റ് ഗാലറിയും. സോ അത്യാവശ്യം ആൾ കാണുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ നാളെയും കൂടെ ആകുമ്പോഴത്തേക്കും ഇത് തിരുവോണം അനുസരിച്ച് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നൊക്കെ ആൾക്കാർ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ വന്നായിരിക്കും ചിലർ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മേടിക്കാൻ പോകുന്നത്. സോ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ കാണും. എന്തായാലും ടിക്കറ്റൊന്നും നല്ല രീതിയിൽ നേരത്തെ പോലെ വിറ്റ് പോയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ 2 ഗാലറി കൂടി, അതായത് അവസാന നിമിഷം 2 ഗാലറി കൂടി സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്.